ഇറാനെതിരെയുള്ള സൈനിക നടപടി തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന് സൈനിക സഹായം നൽകില്ല എന്ന് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് തനിക്ക് ഉറപ്പ് നൽകിയെന്നാണ് ട്രംപ് ഫോക്സ് ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിൽ പറയുന്നത്. തായ്വാൻ പ്രശ്നത്തിൽ വീഴ്ച പറ്റിയാൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബന്ധം വഷളാകുമെന്ന് ട്രംപിന് ഷി ജിൻപിങ്ങിൻ്റെ ഒരു മുന്നറിയിപ്പും കിട്ടിയിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. തായ്വാൻ കാര്യത്തിൽ ഉറപ്പെന്തെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് കൊടുത്തായി വാർത്തയുണ്ടോ? തായ്വാൻ കാര്യമായിരുന്നു എസ്കെന് ഏറ്റവും വലിയ വിഷയം ഈ ചർച്ചകളിൽ നടന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചൈന സന്ദർശനം അല്പം മണിക്കൂറുകൾക്കകം സമാപിക്കുകയും ചെയ്യും. തായ്വാൻ വിഷയത്തിൽ തെറ്റായ നീക്കങ്ങൾ ഉണ്ടായാൽ അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ അതീവ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് തള്ളിയിടുമെന്നാണ് ഷി ജിൻപിങ് ട്രംപിനോട് നേരിട്ട് മുന്നറിയിപ്പ് നൽകിയത്. ചൈനീസ് മാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടുകൂടിയാണ് ഈ വാർത്ത പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് ഹാൻഡിൽ ചെയ്യുന്നത് മോശമായാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നായിരുന്നു ഷി ജിൻപിങ്ങിന്റെ വാക്കുകൾ. അതേസമയം ഇറാൻ വിഷയത്തിൽ ചൈനയുടെ സഹായം ഉറപ്പാക്കുവാൻ ഡൊണാൾഡ് ട്രംപിന് സാധിക്കുകയും ചെയ്തു. ഇറാന് സൈനിക സഹായം നൽകില്ലെന്ന് ഷി ജിൻപിങ് ഉറപ്പ് നൽകിയതായി ട്രംപ് വ്യക്തമാക്കി. അതേസമയം ചൈനീസ് മണ്ണിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇറാനെതിരെയുള്ള സൈനിക നീക്കം തുടരുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത് ഒരുപക്ഷെ ഇറാനെതിരെയുള്ള നേരിട്ടുള്ള ഒരു വെല്ലുവിളിയായിട്ടും നമുക്ക് കണക്കാക്കാം. ഈ വ്യാപാര മേഖലയിൽ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും അതുപോലെ ഈ ഉച്ചകോടിയിൽ വളരെ നിർണായകമായ നല്ല മുന്നേറ്റമാണ് ഉണ്ടായത്. രണ്ട് രാജ്യങ്ങളും അവരുടെ സാമ്പത്തിക പ്രതിനിധികൾ ഉണ്ടായിരുന്നു. അവരുടെ ചർച്ചകൾ വളരെ പോസിറ്റീവാണെന്നാണ് ഷി ജിൻപിങ് തന്നെ വ്യക്തമാക്കുകയുണ്ടായി. അമേരിക്കയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ, അതുപോലെ വിമാനങ്ങൾ, അതുപോലെ ചൈന വലിയ തോതിൽ വാങ്ങുന്നത് അടക്കമുള്ള മറ്റ് പല കാര്യങ്ങളുടെയും സുപ്രധാന ബിസിനസ് കരാറുകളിൽ അമേരിക്കയുമായിട്ട് ധാരണയായതായിട്ടാണ് സൂചന. ഈ സാമ്പത്തിക ബന്ധം കൂടുതൽ സുതാര്യമാക്കുവാൻ ഒരു ബോർഡ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞ ഒരു പുതിയൊരു സംവിധാനം രൂപീകരിക്കുന്നതിനെ കുറിച്ചും രണ്ട് നേതാക്കളും ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ വ്യാപാര കരാറുകളിൽ ചില കണക്കുകൾ വിപണിയെ വലിയ തോതിൽ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. ചൈന 500-ലധികം ബോയിങ് വിമാനങ്ങൾ വാങ്ങുമെന്നായിരുന്നു ആദ്യത്തെ കണക്കൂട്ടൽ. എന്നാൽ പ്രതീക്ഷിച്ചതിലും വളരെ കുറച്ച് വിമാനങ്ങളാണ് ചൈന ഇപ്പോൾ ഈ കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത്. എസ്കൻ ഇന്ന് അല്പസമയം കഴിയുമ്പോൾ രണ്ട് നേതാക്കളും ചായ സൽക്കാരവും തുടർന്ന് ഒരു ഔദ്യോഗിക ഉച്ചഭക്ഷണത്തിന് ശേഷം ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലേക്ക് മടങ്ങും. എസ്കൻ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഒരു ഡിജിറ്റൽ ലോക്ക്ഡൌൺ ഉണ്ടായിരുന്നു. എയർഫോഴ്സിൽ പോയ ആൾക്കാര് അവരുടെ സ്വകാര്യ ഫോണുകളും ലാപ്ടോപ്പുകളും അമേരിക്കയിൽ വെച്ചിട്ട് വേണം ചൈനയിലേക്ക് പോകാനെന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. മസ്ക് ഉൾപ്പെടെയുള്ളവർ അവരുടെ സ്വകാര്യ ഫോണുകളും ലാപ്ടോപ്പുകളും ഒക്കെ ഉപേക്ഷിച്ചിട്ട് താൽക്കാലിക സംവിധാനങ്ങളാണ് ഉപയോഗിച്ചത്. ഇത് ചൈനീസ് ചാര സംഘടനയുടെ കണ്ണിൽ പെടാതിരിക്കാനാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എസ് കെ. താങ്ക് യു മധു കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.